ഈ രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള രാജ്യത്തിൻ്റെ വികസനത്തിന് NEP-യിൽ എന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ട്? NEP എന്ന് പറയുന്നത് തന്നെ വികസിത ഭാരതത്തിൻ്റെ മാർഗരേഖയാണ്. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ എപ്പോഴാണ് നമ്മുടെ രാജ്യം ലോകത്ത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യന്മാർ ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയപ്പോൾ ലോക വാണിജ്യത്തിൻ്റെ 23% ഭാരതീയരായിരുന്നു. ഭാരതത്തിൻ്റെ ഷെയർ ആയിരുന്നു പറഞ്ഞാൽ ഭാരതം സമ്പന്നമായിരുന്നു. അതിലും സമ്പന്നമായ കാലത്താണ് ആക്രമിച്ച് കീഴടക്കി ഈ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും വന്നത്. യവനന്മാർ വന്നു, ഹൂണന്മാർ വന്നു, മംഗോളിയന്മാർ വന്നു, അറബികൾ വന്നു. അറബികളല്ല, ഈ മധ്യേഷ്യക്കാർ. അവരുടെ രീതി കൊള്ളയടിക്കുക. സമ്പന്നമായിരുന്നു ഇത്. എപ്പോഴാണ് സമ്പന്നമായിരുന്നത്? വിദ്യാഭ്യാസപരമായിട്ട് അത്യുന്നതയിൽ നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗം എന്നിന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് വികസിക്കുമ്പോഴാണ് ആ രാജ്യം സാമ്പത്തികമായിട്ട് വികസിക്കുക. ആ രാജ്യത്ത് കയറ്റുമതി ഉണ്ടാവുക, ആ രാജ്യത്ത് ആരോഗ്യം ഉണ്ടാവുക, ആ രാജ്യത്ത് സമ്പൽ സമൃദ്ധി ഉണ്ടാവുക. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അവിടുത്തെ വിജ്ഞാന വിസ്ഫോടനമാണ്. ഈ ഒരു വിജ്ഞാന വിസ്ഫോടനമാണ് ഈ നയം മുന്നോട്ട് വെക്കുന്നത്. വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ട് എല്ലാവരിലും വിജ്ഞാനം എത്തണം. സമൂഹത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും ഏറ്റവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്നാണ് NEP-യുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ്. എല്ലാവരിലും എത്തണം. അതിലൂടെ സാമൂഹ്യ പരിഷ്കരണം, സാമൂഹ്യ പരിവർത്തനം. ആ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ ഉള്ള വ്യക്തികളെ സൃഷ്ടിക്കണം. ലോകത്തെ മുഴുവൻ നമ്മുടെ പ്രാർത്ഥനയല്ലേ? എന്താണ് പ്രാർത്ഥന? എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു. സർവേ ഭദ്രാണി പശ്യന്തു ആണ്. ആരും നല്ലതല്ലാത്തത് കാണരുത്, കേൾക്കരുത് എന്നാണ്. ആർക്കും ദുഃഖം ഉണ്ടായത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകത്തെ നയിക്കാനുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളുണ്ടാവണം. അതുകൊണ്ടാണ് മോദിജി ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത് വികസിത ഭാരതത്തിലേക്കുള്ള മാർഗരേഖയാണ്. ശരിയായത് കാണുക, ശരിയായത് കേൾക്കുക, പറയുക, ചിന്തിക്കുക എന്നുള്ള വേദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു തത്വം. ചിന്തിക്കുക, പറയുക, ചെയ്യുക വ്യക്തിതലത്തിൽ. അതെ, വ്യക്തികൾ ചേർന്നിട്ടാണല്ലോ കുടുംബവും സമൂഹവും ഉണ്ടാകുന്നത്.